ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള, അതായത് ആ ഒരു ട്രാൻസിഷൻ മേക്ക് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ആപ്പാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്, CapCut പിന്നെ നമ്മുടെ അലൈറ്റ് മോഷൻ. ആ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അലൈറ്റ് മോഷൻ വെച്ചിട്ട് മാത്രം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറേ സമയങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അപ്പം എങ്ങനെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം അലൈറ്റ് മോഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്, നമ്മുടെ ട്രാൻസിഷനാണ് നിങ്ങളെ പ്രിവ്യൂ കണ്ട പോലെ. അപ്പോൾ നമുക്ക് ഒട്ടും വൈപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ CapCut യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ സ്ക്രീൻ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ ഗൂഗിൾ നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഗ്രീൻ സ്ക്രീൻ ഇതിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പിക്സൽ ലാബിലാറ്റും ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിളൊക്കെ ആഡ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പം ഇതിൽ VPN യൂസ് ചെയ്യണം. CapCut യൂസ് ചെയ്യുമ്പം VPN യൂസ് ചെയ്യണം. VPN യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു ഗ്രീൻ സ്ക്രീൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ലെയർ ആയിട്ടാണ് ഞാൻ അടുത്ത് ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മളിവിടെ ഓവർലേ എന്നില്ല ക്ലിക്ക് ചെയ്യുക. ആഡ് ഓവർലേ എന്നില്ല ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. ശേഷം ഞാൻ സ്കെയിൽ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ഓവർലേ സെലക്ട് ചെയ്യുക. ശേഷം നമ്മളിതാ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമുക്കിവിടെ സ്പീഡ്, വോളിയം എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ വോളിയം നമ്മൾ ഫുള്ളാക്കി കുറച്ച് കൊടുക്കുക. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വോളിയം, അതായത് വീഡിയോയിൽ സ്ലോ മോഷൻ ആക്കുമ്പോൾ ചില സമയം ഓഡിയോ പെട്ടു പോകാറുണ്ട്. അപ്പോൾ ആ ഓഡിയോ എപ്പോഴും നിങ്ങൾ മ്യൂട്ടാക്കി വെക്കാൻ ശ്രമിക്കുക. ശേഷം കുറച്ചും കൂടി ഇങ്ങോട്ട് പോയാൽ നമുക്ക് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഒരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ചില സമയം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അലൈറ്റ് മോഷനിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. ഒരുപാട് സമയം നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് അതിൽ സമയം കളയേണ്ടി വരും. അപ്പം ഇതിലാകുമ്പോൾ നമുക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ ഹൈ ക്വാളിറ്റിയിൽ 2K വേണ്ട, ഞാൻ 180p തന്നെ സെറ്റ് ചെയ്യുന്നത്. 60 FPS ഞാൻ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ബാക്കി വർക്കൊക്കെ നമ്മുടെ അലൈറ്റ് മോഷനിലാണ്. അപ്പോൾ നമുക്ക് നേരെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഞാനിവിടെ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ തന്നെ ഒരു വീഡിയോ ആഡ് ചെയ്യാം. ടെലിഗ്രാമിൽ നേരത്തെ ആ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ ആ ഒരു വീഡിയോ നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിതിലേക്ക് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം ഇതൊന്ന് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എൻഡിൽ വന്ന് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻഡിൽ വന്ന് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ എവിടെ വെച്ചാണ് കട്ടാവേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഇമേജ് വരുന്ന എത്ര സ്ഥലങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പൊസിഷൻ, ഈ രണ്ട് പൊസിഷനിലായിട്ടാണ് നമുക്ക് ആ ഒരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആ ഒരു വീഡിയോ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ശേഷം നമ്മൾ ഈ ഒരു ഫസ്റ്റിലേക്ക് വന്നിട്ട് നമ്മളിവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു വീഡിയോ ആഡ് ചെയ്യുക. ശേഷം ഇവിടെ എൻഡിൽ വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇവിടെ വന്ന്, അതായത് നമുക്ക് ആ ഒരു പോർഷനിൽ വന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഒരു വീഡിയോയുടെ ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മാറ്റേ മാസ്കിൽ പോയിട്ട് ഈ ഒരു ക്രോം കീ ഇതിലേക്ക് ആഡ് ചെയ്യുക. ക്രോം കീ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മളൊന്ന് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ ആ ഒരു ഗ്രീൻ ഫുള്ളായിട്ട് കളയുക.
നമുക്ക് ഒരു ക്രോം കീയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം ഞാൻ ഇവിടെ ഒരു ക്രോം കീയിൽ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെതാ ഈ ഒരു വാല്യൊക്കെ നല്ലോണം ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് പോയിട്ടുണ്ട്. അതായത് ആ ഒരു ഗ്രീൻ കളർ നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആ ഒരു ഇമേജിൽ നിങ്ങൾക്ക് വേണ്ട പോർഷൻ, അതായത് ഈ ഒരു വാല്യൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഫെദറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ക്രോം കീ ഒക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഗ്രീനൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇവിടെ എൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏകദേശം ഒരു സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ താഴേക്ക് സെറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം കർവ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നിട്ട് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഇപ്പം ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ഷെയ്ക്കും കൂടി ആഡ് ചെയ്യേണ്ടു. ഓക്കെ, ഒരു ചെറിയൊരു ഷെയ്ക്കും കൂടി ആഡ് ചെയ്യേണ്ടു. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു ലെയർ ആഡ് ചെയ്യുക. അതായത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം എൻ്റെ വരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എല്ലാ ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതാ പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ ഏകദേശം ഒരു കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ഷെയ്ക്കും കൂടി വരുമ്പോൾ, അതായത് ഈ ഒരു ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മൾ അടുത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി വീഡിയോയിലോട്ട് പോകുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു ഷെയ്ക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വീഡിയോക്ക് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഷെയ്ക്ക് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പട്ടെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ നോക്കാനുണ്ട്. ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് അലൈറ്റ് മോഷനിലും കൂടി ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അലൈറ്റ് മോഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാത്തൊരു വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് കാണിച്ചു തരുന്നില്ല, അതായത് എങ്ങനെ ചെയ്യേണ്ടതെന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഫുള്ള് കാണിച്ചു തരാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ഓപ്ഷൻ, ഇതല്ല, നമ്മൾ ഇവിടേക്ക് ഈ ഒരു വെക്ടർ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷേപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു പോയിൻ്റ്, അങ്ങനെ അടുത്തടുത്ത് പോയിൻ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ പോയിൻ്റ് കൊണ്ടുവരാം. ശേഷം ഇങ്ങനെ പോയിൻ്റ് കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചു തരുന്നതിലും നിങ്ങളിതാ ഈ ഒരു ഔട്ട്ലൈനിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഈ ഒരു ഔട്ട്ലൈൻ കണ്ടില്ലേ, ഈ ഒരു ഔട്ട്ലൈനിലൂടെ കൈ കൊണ്ട് ഈ ഒരു ഔട്ട്ലൈനിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതായത് ഈ ഒരു ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഔട്ട്ലൈനിൽ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അത് ഭയങ്കര ടൈം എടുക്കും. നിങ്ങൾ അലൈറ്റ് മോഷൻ യൂസേഴ്സ് ആണ്, അതായത് ക്യാപ് കട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, അലൈറ്റ് മോഷനിൽ തന്നെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ശേഷം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്താൽ ആ ഒരു ലെയർ മാത്രം നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ആയിട്ട് മെസ്സേജൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു മാർക്ക് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഡിസ്റ്റോർഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക, മിറർ വന്ന് എനേബിൾ ചെയ്യുക. ശേഷം ബാക്ക് വരാം, വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഈ ഒരു ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം
നമ്മളതിൻ്റെ ഫ്രീക്വൻസി വന്ന് നമ്മൾ 2 തന്നെ സെറ്റ് ചെയ്യുക, മാറ്റമൊന്നും വരുത്തണ്ട. മാഗ്നിറ്റ്യൂഡ് വന്നിട്ട് നമ്മൾ 3 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ആദ്യം ഈ ഒരു സൈഡിലായിട്ട് ഞാൻ 0 ആക്കി കൊടുക്കുന്നുണ്ട് കീ ഫ്രെയിമിൻ്റെ വാല്യൂ. ഇവിടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ 2 സെക്കൻഡ് മുമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ഇവിടെ ആയിട്ട് വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം ഇവിടെ സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു ഏകദേശം ഒരു 200 ഒക്കെ സെറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ ഒരു ഇതാണ്, അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് ഈ ഒരു 200 എന്ന വാല്യൂ ഈ ഒരു ഷെയ്ക്കിന് ഒരു ആപ്റ്റായിട്ടുള്ളൊരു വാല്യൂ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാല്യൂ പറഞ്ഞത്. നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ശേഷം ഈ ഒരു 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവും കൂടി സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം, വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവാം. നമ്മളിവിടെ ഓട്ടോ ഷെയ്ക്ക് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് മൂവ് ട്രാൻസ്ഫോമിൽ. ഈ ഒരു ഓട്ടോ ഷെയ്ക്ക് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിവിടെ താഴേക്ക് വന്നാൽ നമുക്കിവിടെ സീഡ് എന്നും എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ അത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു എവല്യൂഷൻ നമ്മൾ ഒരു 0.20 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആംഗിൾ വന്ന് നമ്മൾ 0 ആക്കി കൊടുക്കുക. ആംഗിൾ 0 ആക്കി കൊടുക്കുക. ശേഷം ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമ്മളൊരു 3 ഒക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, 3-2 അല്ല, ഒരു 3-4 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാം. ശേഷം നമ്മളിവിടെ സീഡിൽ വരാം. സീഡിൽ വന്നിട്ട് 0 ആക്കി, 0 തന്നെയാണ്. എവല്യൂഷൻ 20. ശേഷം വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ശേഷം നമ്മളിവിടെ ഫസ്റ്റിലേക്ക് പോവുക, മാഗ്നിറ്റ്യൂഡിലേക്ക് പോവുക. മാഗ്നിറ്റ്യൂഡിലേക്ക് പോയിട്ട് 0 ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. ശേഷം സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് 100 സെറ്റ് ചെയ്യുക. 100 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ ആ ഒരു ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമുക്കിപ്പോൾ ഒന്ന് നോക്കി നോക്കാം ആ ഒരു ഇമേജ്. ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോം, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയ ഇമേജിലേക്ക് മാറുന്ന സമയത്ത് നമുക്കൊരു ഷെയ്ക്കും കൂടി വരുമ്പം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കുറച്ചും കൂടി ഒരു അടിപൊളിയായി കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ക്ക് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അവിടെ വേറൊരു ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഈ ഒരു ഷെയ്ക്ക് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പം ഇത് കുറേ കൂടി എഡിറ്റേഴ്സിലേക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അലൈറ്റ്മോഷനിലെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ്, അതായത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക എന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.